ബാലരാമപുരത്ത് 2 വയസ്സുകാരിയെ കിണറ്റിൽ മരിച്ച നിലയിൽ കണ്ടെത്തിയ സംഭവം കൊലപാതകമെന്ന് തെളിഞ്ഞു. കുട്ടിയുടെ അമ്മാവൻ കുറ്റം സമ്മതിച്ചു. കുഞ്ഞിനെ കൊലപ്പെടുത്തിയത് താനാണെന്ന് അമ്മാവൻ ഹരികുമാർ പോലീസിന് മൊഴി നൽകി. കസ്റ്റഡിയിലുള്ള ഹരികുമാറിന്റെ കുറ്റസമ്മത മൊഴി ഒന്നുകൂടി ഉറപ്പിക്കാനുള്ള നീക്കത്തിലാണ് പോലീസ്. പാലക്കാട് എലപ്പുള്ളി ബ്രൂവറി പദ്ധതിയിൽ നിന്ന് സർക്കാർ പിന്മാറണമെന്നും സ്വകാര്യ കമ്പനിക്ക് അനുമതി നൽകിയതിൽ വൻ അഴിമതിയാണെന്നും കോൺഗ്രസ് നേതാവ് രമേശ് ചെന്നിത്തല. ഒരു വകുപ്പുകളും അറിയാതെയാണ് സർക്കാർ നീക്കം നടത്തിയത്. പദ്ധതിയുമായി ബന്ധപ്പെട്ട ഘടകകക്ഷികളെയും സർക്കാർ വിശ്വാസത്തിൽ എടുത്തില്ല. ആരോടും ആലോചിക്കാതെയാണ് പദ്ധതിയുമായി മുന്നോട്ട് പോയതെന്നും രമേശ് ചെന്നിത്തല. അതേസമയം അനുമതി നൽകിയതിൽ അഴിമതിയുണ്ടെന്ന് MP VK ശ്രീകണ്ഠൻ. മന്ത്രി MP രാജേഷും ഏരിയ സെക്രട്ടറി കൂടിയായ ഭാര്യ സഹോദരനും കമ്പനിയുമായി ചർച്ച നടത്തിയെന്നും അദ്ദേഹം ആരോപിച്ചു. കൂടാതെ ബ്രൂവറി വിവാദത്തിൽ CBI അന്വേഷണം വേണമെന്നും VK ശ്രീകണ്ഠൻ ആവശ്യപ്പെട്ടു. ഡി-സോൺ കലോത്സവത്തിനിടെ ഉണ്ടായ സംഘർഷത്തിൽ KSU നേതാക്കൾക്ക് സസ്പെൻഷൻ. KSU ജില്ലാ അധ്യക്ഷൻ ഗോകുൽ ഗുരുവായൂർ, അക്ഷയ് എന്നിവരെയാണ് കേരളവർമ്മ കോളേജിൽ നിന്ന് 2 ആഴ്ചത്തേക്ക് അന്വേഷണ വിധേയമായി സസ്പെൻഡ് ചെയ്തത്. കലോത്സവം ഡ്യൂട്ടിക്കുണ്ടായിരുന്ന അധ്യാപകരുടെയും കോളേജ് യൂണിയന്റെയും പരാതിയിലാണ് നടപടി. പ്രതിപക്ഷ നേതാവ് VD സതീശന്റെ മലയോര സമര യാത്രയുടെ നിലമ്പൂരെ വേദിയിൽ മുഖ്യമന്ത്രി പിണറായി വിജയനെതിരെ ആഞ്ഞടിച്ച PV അൻവർ. പിണറായി വിജയന്റെ ഭരണം അഴിമതി നിറഞ്ഞതാണെന്നും പിണറായിസത്തിന്റെ അവസാന ആണി നിലമ്പൂരിൽ നിന്നാണെന്നും അൻവർ ആഞ്ഞടിച്ചു. പോക്സോ കേസിൽ മാസങ്ങളായി ഒളിവിൽ കഴിഞ്ഞിരുന്ന സിനിമാ താരം കൂട്ടിക്കൽ ജയചന്ദ്രനെ പോലീസ് ചോദ്യം ചെയ്യുന്നു. കേസുമായി സഹകരിക്കണമെന്ന സുപ്രീം കോടതിയുടെ കർശന നിർദ്ദേശത്തെ തുടർന്ന് ജയചന്ദ്രൻ അഭിഭാഷകൻ മുഖേന കോഴിക്കോട് കസ്ബ പോലീസിന് മുമ്പിൽ ഹാജരാകുകയായിരുന്നു. കേസിൽ ജയചന്ദ്രന്റെ അറസ്റ്റ് അടുത്ത മാസം 28-ാം തീയതി വരെ സുപ്രീം കോടതി തടഞ്ഞിട്ടുണ്ട്. ഡൽഹിയിലെ കുടിവെള്ളത്തിൽ ഹരിയാന സർക്കാർ വിഷം കലർത്തിയെന്ന ആരോപണത്തിൽ കേജ്രിവാളിന്റെ മറുപടി തള്ളി തെരഞ്ഞെടുപ്പ് കമ്മീഷൻ. കൃത്യമായ തെളിവ് ഹാജരാക്കാൻ കേജ്രിവാളിന് നാളെ വരെ സമയം കമ്മീഷൻ വീണ്ടും നൽകി. തന്നെ അറസ്റ്റ് ചെയ്യാനാണ് നീക്കമെന്ന് വാർത്താസമ്മേളനം നടത്തി കേജ്രിവാൾ ആരോപിച്ചു. ഡൽഹിയിലേക്ക് വിതരണം ചെയ്യുന്ന കുടിവെള്ളത്തിൽ ഹരിയാന സർക്കാർ വിഷം കലർത്തുന്നുവെന്ന ഗുരുതരമായ ആരോപണം BJPക്കെതിരെ കേജ്രിവാൾ ഉന്നയിച്ചത് പ്രചരണത്തിന്റെ അവസാന ലാപ്പിലാണ്. ബലാത്സംഗ കേസിൽ ഉത്തർപ്രദേശിൽ കോൺഗ്രസ് MP അറസ്റ്റിൽ. കോൺഗ്രസ് MP രാജേഷ് റാത്തോഡാണ് അറസ്റ്റിലായത്. 4 വർഷമായി തന്നെ ലൈംഗികമായി ചൂഷണം ചെയ്യുന്നുവെന്ന യുവതിയുടെ പരാതിയെ തുടർന്നാണ് അറസ്റ്റ്. ഇതേ പരാതിയിൽ ജനുവരി 17-ന് രാകേഷ് റാത്തോഡിനെതിരെ കേസെടുത്തിരുന്നു. അമേരിക്കയിലെ വാഷിംഗ്ടൺ DC-യിൽ സൈനിക ഹെലികോപ്റ്ററുമായി കൂട്ടിയിടിച്ച് യാത്രാവിമാനം തകർന്ന് നദിയിൽ വീണുണ്ടായ അപകടത്തിൽ 18 മൃതദേഹങ്ങൾ കണ്ടെത്തിയതായി റിപ്പോർട്ട്. വിമാനത്തിൽ മൊത്തം 60 യാത്രക്കാരും 4 ജീവനക്കാരുമാണ് ഉണ്ടായിരുന്നത്. ആരെയും ഇതുവരെ ജീവനോടെ കണ്ടെത്താനായില്ല. തെരച്ചിൽ തുടരുകയാണെന്ന് അധികൃതർ അറിയിച്ചു. വിദേശ സഹായങ്ങൾ മരവിപ്പിക്കാനുള്ള ട്രംപ് ഭരണകൂടത്തിന്റെ നടപടി പാകിസ്ഥാനെ ഗുരുതരമായി ബാധിച്ചു. കൃഷി, ഭക്ഷ്യസുരക്ഷ, കാലാവസ്ഥ, വിദ്യാഭ്യാസം, ജനാധിപത്യം, മനുഷ്യാവകാശം തുടങ്ങിയ മേഖലകളിലും പ്രതിസന്ധി ഉണ്ടെന്നാണ് റിപ്പോർട്ടിൽ പറയുന്നത്. കൂടാതെ സാമ്പത്തികം, ഊർജം, ആരോഗ്യം തുടങ്ങിയ മേഖലകളിൽ ഒട്ടേറെ പദ്ധതികൾ നിലച്ചുവെന്നും റിപ്പോർട്ടുകളിൽ ഉണ്ട്. രഞ്ജി ട്രോഫി ക്രിക്കറ്റിൽ 12 വർഷത്തിനു ശേഷം വിരാട് കോഹ്ലി മടങ്ങിയെത്തിയിരിക്കുകയാണ്. മത്സരത്തിനായി ചില നിയമങ്ങൾ മാറ്റി എഴുതിയെന്ന് അറിയിച്ചിരിക്കുകയാണ് ഡൽഹി ക്രിക്കറ്റ്. കാണികൾക്കായി ഗൗതം ഗംഭീർ സ്റ്റാൻഡ് തുറന്നുകൊടുത്തു. ഗേറ്റ് നമ്പർ 16, 17 എന്നിവയിലൂടെ ആരാധകർക്ക് സ്റ്റേഡിയത്തിൽ കയറാം. ഗേറ്റ് നമ്പർ 6-ലൂടെ ഡൽഹി ക്രിക്കറ്റിലെ അംഗങ്ങൾക്കും അതിഥികൾക്കും പ്രവേശിക്കാം.